കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് നനയിക്കുന്ന ആ കഥയാണ് നൈസമോളുടെ കഥ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആവശ്യാർത്ഥം നമ്മൾ നൈസ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. ദുരന്തത്തെ അതിജീവിച്ച കുഞ്ഞുമോളുടെ ഈ നിഷ്കളങ്ക ജീവിതം പലപ്പോഴും ക്യാമറ ഫ്രെയിലെത്തുമ്പോൾ നമുക്ക് കണ്ണ് നിറയാതെ കണ്ടിരിക്കാൻ കഴിയില്ല. മുണ്ടക്കയിലെ ജസീലയുടെ 3 വയസ്സുകാരിയായ മകൾ നൈസ മുറിപ്പാടിൻ്റെ വേദനയിലും ചിരിക്കുകയാണ്. നൈസയും ഉമ്മ ജസീലയും മാത്രമാണ് ഈ കുടുംബത്തിൽ ബാക്കിയായത്. സുധീഷിൻ്റെ ആവശ്യാർത്ഥം നൈസയെ കാണാം. ഉരുളുപൊട്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ തുടർച്ചയായി നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ താടിയിലും കണ്ണടയിലൊക്കെ തൊട്ട് തലോടി നിൽക്കുന്ന നൈസമോളെ നമ്മൾ കണ്ടതാണ്. ആ നൈസമോൾ ഒരു സങ്കട കാഴ്ചയാണ്. മോളെ കാണണമെന്നൊരു അതിയായ ആഗ്രഹം. കുറച്ച് കളിപ്പാട്ടം വാങ്ങണം പോയി. എന്താ നോക്ക്, അതെന്താ കാലിലിടുക? ഇങ്ങനെ ഇങ്ങനെ വടിക്കണം. ഏത് ഏതാ? പോട്ടെ പോട്ടെ. ടാറ്റ പറയും. ടാറ്റ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിക്കണേ കേട്ടോ. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിലേ. ടാറ്റ പറയും. ടാറ്റ. കുഞ്ഞു മനസ്സുകളുടെ മുറിവുണങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. അവരെ നമുക്ക് ചേർത്ത് പിടിച്ചേ മതിയാവും. വീഡിയോ ജേർണലിസ്റ്റ് നിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ വയനാട്.